പലപ്പോഴും ജീവിതത്തിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിന്റെ നടുക്ക് പെട്ടുപോകാറുണ്ട് നമ്മൾ പലരും. വളരെ ഡ്രെയിനിങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ്, റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അടുത്ത ബന്ധങ്ങൾ അനുഭവിക്കാത്തതായി ആരും തന്നെയില്ല. ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്സ്, ബന്ധങ്ങൾ, സിറ്റുവേഷൻസ് എല്ലാം നമ്മളെ വളരെയധികം തന്നെ ഡ്രെയിൻ ആക്കും. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇമോഷണലി ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് ഡിസെൻഗേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. ആദ്യമായി ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെഡ്യൂസ് ദ ഫ്രീക്വൻസി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ ഇൻറ്ററാക്ഷൻ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടെക്സ്റ്റിന് ആൻസർ കൊടുത്താൽ മതി. ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. നമ്പർ 2, ഫോക്കസ് ഓൺ യുവർ സെൽഫ്. പ്രയോറിറ്റൈസ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ആൻഡ് ചാനലൈസ് യുവർ എനർജീസ്. എപ്പോഴും എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. 3, അവോയ്ഡ് ടേക്കിംഗ് ദ ബെയ്റ്റ് ആൻഡ് റീഡയറക്ട് ദ കോൺവെർസേഷൻസ്. എന്ന് വെച്ചാൽ നമ്മുടെ റെസ്പോൺസോ റിയാക്ഷനോ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കുക, എന്നിട്ട് മാത്രം റെസ്പോണ്ട് ചെയ്യുക. 4, കൈൻഡായിട്ട് തന്നെ ഡീൽ ചെയ്യുക, സംസാരിക്കുക, ബട്ട് അസേർട്ടീവ് ആയിട്ട് കാര്യങ്ങൾ പറയുക. എന്തുകൊണ്ടാണ് നിങ്ങൾ നോ പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ബൗണ്ടറി വരയ്ക്കുന്നത് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വേണമെങ്കിൽ മാത്രം. ലാസ്റ്റ്ലി, ഇഫ് യുവർ മെന്റൽ ഹെൽത്ത് ഈസ് അഫക്റ്റഡ്, then please talk to a professional or anybody who can support you.